അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. രണ്ട് ഗംഭീര ഉടായ്പകളെ കുറിച്ചാണ് ഈ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ അപർണ കെ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഓക്കെ, ഞാൻ എന്റെ ബഹുമാനത്തിന്റെ ആ ഒരു പരിധി നിന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും മാന്യമായ രീതി സംസാരിക്കുന്നത്. എന്റെ വായിൽ നല്ല തെറിയാ വരുന്നത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. അത്ര മാത്രം വൃത്തികെട്ട രീതിയിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നാടകങ്ങൾ കളിക്കുന്നു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. നമ്മുടെ കഥാനായികയെ നമുക്ക് ആദ്യം കാണണ്ടേ. കഥാനായിക എന്ന് പറഞ്ഞാൽ 24/7 കരച്ചിലാണ്. ഇത് കാണുന്നുണ്ടല്ലോ, ഇതാണ്. സാഡ് മ്യൂസിക് ഇടുന്നു, കരയുന്നു. സാഡ് മ്യൂസിക് തലവേദന എടുക്കുന്നു, കരയുന്നു. ഇതിന്റെ എല്ലാത്തിന്റെ കാരണം ഇതൊക്കെ ബ്രേക്കപ്പ് സ്റ്റോറി എന്നാണ്. അതായത് ഇങ്ങനെ കാണുന്ന ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? പാവം കുട്ടി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് ശരിയാ, അത് ശരിയാ. എന്ത് ശരി? ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഇനി നമ്മുടെ ഈ നായകന്റെ കഥ കാണാം. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളൂ തോന്നുന്നത്. സോ നേരത്തെ അപർണ കെ ഷാജി, ഇത് ക്രൗഡ് കിഡോ. ഇവനൊക്കെ എന്തിനുള്ള എനിക്കതാ മനസ്സിലാകാത്തത്. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇവരെ രണ്ടുപേരും കരച്ചിലും ബഹളവും സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചിട്ട് പറയുന്ന പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞത് ഇവർ രണ്ടുപേരും ഇതാണ് ബ്രേക്കപ്പ് ആയെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ ആണ്, കണ്ടോ. ഇതിനകത്ത് ഈ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ പയ്യനാണ് നടന്നു വരുന്ന സൈഡിൽ കാണുന്ന പയ്യൻ. ബാക്ക് സൈഡ് നോക്കുക, ആ പയ്യൻ ഈ ഫ്രെയിമിന്റെ അകത്തോണ്ട് തൊട്ട് പുറവശത്ത് അങ്ങ് ബാക്ക് സൈഡ് നോക്കി അവിടെ ആയിരിക്കുന്നത്. അവിടെ ഇതേ ഈ പെൺകുട്ടി അഥവാ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്ന പെൺകുട്ടിയും നിപ്പുണ്ട്. അതായത് ഈ രണ്ട് വ്യക്തികളും വളരെ വിദഗ്ധമായി ഇത് കണ്ടുകൊണ്ടിരുന്ന ഇവരുടെ ആരാധകരെയൊക്കെ പറ്റിച്ചു. രണ്ടുപേരും ബ്രേക്കപ്പ് ആയി എന്നുള്ള നാടകം കളിച്ചിട്ട് ഇവർ എന്ന് വെച്ചാൽ ആൾക്കാരുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റി ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ അടക്കമുള്ള മറ്റ് പല സാധനങ്ങളും പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി. എടേ, ഞാൻ തലയ്ക്ക് വെളിവുള്ള ആൾക്കാരോട് പറയാം, ഇവരെ പോലത്തെ ഈ 2 ക്ലാസ് വാണങ്ങൾ എടുത്തൊക്കെ പോയിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യണ ഈ സാമാനങ്ങളൊന്നും ദയവായി നിങ്ങൾ ഫോണിൽ അപ്ലോഡ് ചെയ്ത് കഷ്ടപ്പെടുന്ന നിങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇതൊന്നും ഒരു മേനി അനങ്ങാതെ തിന്നു മുടിച്ച് ഈ ആൾക്കാരെയും പറ്റിച്ച് അവരെ ഇതേപോലുള്ള പ്രോഡക്റ്റുകളും ആപ്പുകളും പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന വെറും മലരുകളാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.